ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനിന്ദയ്ക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും ഉത്ഥാനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സഹായകമാണ്, അനുഗ്രഹകരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശിലെ മരണവും ആ മരണത്തെ ജയിച്ചുള്ള ഉത്ഥാനവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു വിടുതൽ ആണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ഒരുപക്ഷെ പിശാച് ആർത്ത് അട്ടഹസിച്ചുണ്ടാകും. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ പിശാചിന് ഒരു തലവേദനയാണ്. കാരണം അവൻ്റെ ആധിപത്യങ്ങളെ, അവൻ്റെ വാഴ്ചകളെ തകിടം മറിക്കുവാൻ തക്കവണ്ണം, ഇല്ലാതാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ യേശുവിനെ ഏത് വിധേനയും കൊല്ലുക എന്നത് പിശാചിൻ്റെ ലക്ഷ്യമായിരുന്നു. യേശുവിൻ്റെ മരണം അത് പിശാചിന് അവസാനം വേദനയായി മാറി. കാരണം അവൻ്റെ മരണം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തീർന്നു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തീരുമെന്ന് അറിഞ്ഞ പിശാച് അവസാനം യേശു മരിക്കാതിരിക്കാൻ ചില ചിന്തകൾ നൽകി. തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ്ലിഹായുടെ പിശാച് സംസാരിച്ചു: കർത്താവെ, അങ്ങനെ സംഭവിക്കരുത്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പത്രോസ്ലിഹ പറഞ്ഞപ്പോൾ സാത്താനിൽ നിന്ന് ദൂരെ പോവുക എന്ന് പത്രോസ്ലിഹയുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജനനം മുതലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം കണ്ടുകൊണ്ട് യേശുവിനെ ലോകത്ത് നിന്ന് അകറ്റുവാൻ സാത്താൻ ആഗ്രഹിച്ചുവെങ്കിൽ അവസാനം യേശുവിൻ്റെ പീഡാസഹനവും കുരിശിലെ മരണവും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തീരുമെന്ന് ചിന്തിച്ച പിശാച് ഭയപ്പെടാൻ തുടങ്ങി. അവിടെ യേശു കുരിശിൽ മരിക്കുമ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഒന്നായിരുന്നു. ഇവിടെ വചനം പറയാണ്, പിശാചിൻ്റെ വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് കുരിശിൻ്റെ മരണത്താൽ, മരണത്തെ ജയിച്ചുള്ള ഉത്ഥാനത്താൽ പിശാചിൻ്റെ തലയെ തകർക്കുന്ന, അവയെ പരസ്യ കാഴ്ചയാക്കുന്ന, പരസ്യമായി പിശാചിനെ അടിയറ വയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും പിശാചിൻ്റെ തലയെ തകർക്കാൻ കാരണമായെങ്കിൽ ആ മരണത്തിനും ഉത്ഥാനത്തിനും വിശ്വസിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കും പിശാചിനെ തകർക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് എന്തുമാത്രം ആധിപത്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ ഒരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുകയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പാപത്തിന് അടിമപ്പെടുത്തുകയും ചെയ്യുന്ന പിശാചിൻ്റെ ആധിപത്യമാണ്. അതിലൂടെ പിശാച് ആ വ്യക്തിയുടെ മേൽ ആധിപത്യം എടുക്കുക. ഒരു മനുഷ്യനിലേക്ക് പിശാചിന് കടന്നു വരാൻ രണ്ട് വഴിയുള്ളൂ. ഒന്ന് പാപം, 2 വെറുപ്പ്. പാപത്തിലൂടെ പിശാച് ആ വ്യക്തിയുടെ മേൽ ആധിപത്യം എടുക്കുന്നു. അതുപോലെ തന്നെ വെറുപ്പിലൂടെ ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ട്. എന്നാൽ വചനം പറയുകയാണ്,
പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവത്തിന് പ്രത്യക്ഷനായത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചതും യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതും മരണത്തെ ജയിച്ചതും വചനം പറയുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പിശാചിനെ ജയിക്കുവാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചതും മരണത്തെ ജയിച്ചതും. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ മരണത്താലും ഉത്ഥാനത്താലുമുള്ള വിശ്വാസത്താൽ പിശാചിനെ ജയിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് ഇത്രമാത്രം ആധിപത്യമുണ്ടെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം ഈ ആധിപത്യങ്ങളെ തകർക്കാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ പോലും പിശാച് പരീക്ഷകനായിട്ട് കടന്നില്ലെന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ പിശാച് ഇത് ചെയ്തുവെങ്കിൽ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളിൽ മാത്രമല്ല, സകല മനുഷ്യരുടെ മുന്നിലും പിശാച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. കാരണം മനുഷ്യന് ലോകത്തിൻ്റെ മേൽ ഒരാഗ്രഹമുണ്ട്, ആസക്തിയുണ്ട്. ഇത് പിശാചിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ലോകത്തിലുള്ള സകലത്തെയും അവയിലുള്ള മഹത്വത്തെയും പിശാച് ഇന്ന് മനുഷ്യന് കാണിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ പിശാച് മനുഷ്യനെ വശീകരിക്കുക. ഇന്ന് ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് ലോകത്തോടുള്ള മോഹം മനുഷ്യൻ്റെ മനസ്സിൽ കുത്തി നിറച്ച് ഈ ലോകപ്രകാരം ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരിക. ഇവിടെ വചനം പറയുകയാണ്, യേശുവിനെ പരീക്ഷിക്കാനായി വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ആ രാജ്യങ്ങളെയും അതിലുള്ള മഹത്വങ്ങളെയും യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുക, എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഇന്ന് പിശാചിനെ വിശ്വസിച്ച് ആശ്രയിച്ച് ആരാധിച്ച് ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി പിശാചിൻ്റെ പിന്നാലെ പോകുന്ന ഒത്തിരി ജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സംഭവിക്കുന്നതെന്നറിയാമോ? പിശാചിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് താൽക്കാലികമായ ചില ഉയർച്ചകൾ, അഭിവൃദ്ധികൾ, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. പിശാചിനൊരു സ്വഭാവമുണ്ട്. പിശാച് ഉയർത്തുന്നത് എത്രയും വേണമെങ്കിലും ഉയർത്തും. എത്രമാത്രം ഉയർത്താമോ അത്രമാത്രം ഉയർത്തി കഴിഞ്ഞിട്ട് കൈവിട്ട് കളയും. പിശാചിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകർച്ചയായിരിക്കും. നമുക്കറിയാം, ചില വ്യക്തികളുടെ ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ, തലമുറകൾ തന്നെ നശിച്ചുപോകാൻ കാരണം പിശാചിനെ ആരാധിച്ച്, പിശാചിനെ സേവിച്ച്, പിശാചിനെ അനുസരിച്ച് ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും പിശാചിന് ആധിപത്യമുള്ള ഏതെങ്കിലും പ്രവൃത്തികളെ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തകർച്ചയുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് മുന്നിൽ പിശാച് ഇങ്ങനെ ഒരു പ്രലോഭനം നൽകിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രലോഭനങ്ങൾ പിശാച് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മായ കാഴ്ചകളിലൂടെ നാം വശീകരിക്കപ്പെട്ടുവെങ്കിൽ അത് പിശാചിൻ്റെ കെണിയാണെന്ന് തിരിച്ചറിയണം. ഇവിടെ യേശുവിനെ പരീക്ഷിച്ച ഈ പിശാചിനോട് യേശു പറഞ്ഞ വാക്കെന്താ? സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം യേശു ഏറ്റുപറഞ്ഞ് ഇവിടെ പിശാചിനെ ജയിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കെതിരെ പ്രലോഭനമായിട്ട് വരുന്ന, പോരാട്ടവുമായി വരുന്ന പിശാചിനെ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്താൽ പോരാടുവാൻ, ജയിക്കുവാൻ ഇവിടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷകാലത്ത് അനേകം വ്യക്തികളിൽ നിന്ന് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നത് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ,
അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവന് വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവിനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. ഇവിടെ യേശു ആരാണെന്ന് പിശാച് വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് നിലവിളിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്ന് യേശു ആരാണെന്ന് വ്യക്തിപരമായി മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ പിശാച് പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഇവിടെ ഈ പിശാചിനെ യേശു ശാസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി തിരിച്ചറിയുവാൻ, അത് ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ യേശുവിന് മഹത്വം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ പിശാച് അലറി നിലവിളിച്ചുകൊണ്ടാണ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവനുള്ള ആ വ്യക്തിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അശുദ്ധാത്മാവിനെ യേശു അവിടെ ബഹിഷ്കരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന, നമുക്കെതിരെ മത്സരിക്കുന്ന, നമ്മുടെ നാശത്തിന് കാരണമായ തിന്മയുടെ സ്വാധീനങ്ങളെ, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ ദൈവം നമുക്കും അധികാരം നൽകിയിട്ടുണ്ട്. അവൻ പിശാചിനെ ജയിച്ചുവെങ്കിൽ നമുക്കും പിശാചിനെ ജയിക്കുവാനുള്ള അധികാരവും അഭിഷേകവും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കും. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, അവൻ ഉറക്കെ നിലവിളിച്ച്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചു. അശുദ്ധാത്മായ മനുഷ്യനെ വിട്ടുപോയെന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ന് അവനോട് ചോദിച്ചപ്പോൾ, എൻ്റെ പേർ ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ നാട്ടിൽ നിന്ന് ഞങ്ങളെ അയപ്പാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഇവിടെ പിശാച് നിലവിളിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലയക്കണം. പിശാചിൻ്റെ അപേക്ഷ പോലും ഇവിടെ യേശു സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നവനായ യേശു പിശാചിൻ്റെ മുന്നിലും ഇവിടെ അവർ ഏറിയൊന്ന് അപേക്ഷിച്ചു. നാട്ടിൽ ഞങ്ങളെ അയച്ചു കളരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. യേശു അനുവദിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട സത്യമുണ്ട്. അശുദ്ധാത്മാവ് ബാധിച്ച ഭൂതഗ്രസ്തനായ വ്യക്തിയിൽ വെളിപ്പെട്ട ഞങ്ങൾ അനേകം പേരുണ്ട്, എൻ്റെ പേര് ലഘുവൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ വ്യക്തിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ച് അവന് സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന, നമ്മുടെ മേലെ ആധിപത്യം എടുത്തിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ, ബഹിഷ്കരിക്കുവാൻ യേശു മതിയായ ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ പിശാചിൻ്റെ മേൽ നമുക്ക് വിജയമുണ്ടെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുക. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 29-30 വചനങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ ചെന്നാറേയും മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വിജാതീയ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്ന്, കർത്താവായ യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ച് വീട്ടിൽ കിടക്കുകയും അവൾക്ക് സൗഖ്യം നൽകണം. യേശു മിണ്ടിയില്ല. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നിട്ടും യേശു അവർക്ക് മറുപടി നൽകിയില്ല. യേശു പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടു എൻ്റെ മക്കളെ തേടി വന്നിരിക്കുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. വിജാതീയ സ്ത്രീകൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹം വിജാതിയർക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല, ശരിയല്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, കർത്താവേ, മക്കളുടെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്ന, കളഞ്ഞു കിട്ടുന്ന അപ്പക്കഷ്ണം കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം നിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള അനുഗ്രഹം മുഴുവൻ നീ കൊടുത്തോ? അവർക്ക് വേണ്ടാതെ അവർ വലിച്ചെറിയുന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് മതി എനിക്ക്. ഇവിടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയാം, മകളെ,
നിൻ്റെ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ വിശ്വാസത്തെ പ്രതി മകളുടെ മേലുള്ള ഭൂതബാധയ്ക്ക് സൗഖ്യം നൽകുകയാണ് യേശു. ഇവിടെ ഈ വ്യക്തിക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആ വ്യക്തിയിലുള്ള ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കാരണമായത്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ, പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ അവനെ വിട്ടുപോകും, ഇനി ഇവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബാലൻ്റെ മേലുള്ള ഭൂതത്തെ ബഹിഷ്കരിക്കാൻ വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ചെന്നപ്പോൾ അവർക്കത് സാധിക്കാതെ വന്നപ്പോൾ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഈ മകന് സൗഖ്യം നൽകാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? ഈ പിതാവ് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ യേശു പറയുന്നതാണ്, ഊമനും ചെകിടനുമായ ആത്മാവെ അവനെ വിട്ടുപോകും. ആ നിമിഷം തന്നെ അവനുള്ള അശുദ്ധാത്മാവ് വിട്ടുപോയി. ആ മകൻ സൗഖ്യം പ്രാപിച്ചു. ഇവിടെ ഒരപ്പൻ്റെ വിശ്വാസത്തെ പ്രതി മകൻ്റെ മേലുള്ള ഭൂതത്തെ ബഹിഷ്കരിക്കുന്ന യേശുവിൻ്റെ അത്ഭുത ശക്തിയാണ് ഇവിടെ കർത്താവിൻ്റെ വചനം വെളിപ്പെടുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി നമുക്ക് പിശാചിൻ്റെ മേൽ ജയമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ, ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച, ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ മകളിൽ നിന്ന് യേശു ഭൂതത്തെ ബഹിഷ്കരിച്ചപ്പോൾ അവൾ നിവർന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ എല്ലാം മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വാസം നമുക്ക് വിടുതലാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ അരികിൽ വന്ന സകല ഭൂതഗ്രസ്തിൽ നിന്നും യേശു ഭൂതങ്ങളെ ബഹിഷ്കരിച്ച് അവർക്ക് രോഗസൗഖ്യം നൽകി. ഇവിടെ വചനം പരിശോധിക്കുമ്പോൾ പല രോഗത്തിൻ്റെ പിന്നിലും പിശാചിന് ആധിപത്യമുണ്ടെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നത് അവരുള്ള ഭൂതങ്ങളെ പുറത്താക്കി രോഗസൗഖ്യം നൽകുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില രോഗത്തിൻ്റെ കാരണം ഒരുപക്ഷെ അതിൻ്റെ മേൽ ആധിപത്യമുള്ള പിശാചിൻ്റെ ആധിപത്യമായിരിക്കും. പ്രത്യേകിച്ച് അന്യദൈവാരാധനയിലൂടെ, മന്ത്രവാദത്തിലൂടെ, ആഭിചാരത്തിലൂടെ, കൂടോത്രത്തിലൂടെ, കടമറ്റ സേവയിലൂടെ, ചാത്തൻ സേവയിലൂടെ, കുഴിമാട സേവയിലൂടെ ഇങ്ങനെയുണ്ടാകുന്ന ക്ഷുദ്രപ്രവൃത്തികളിലൂടെ പൈശാചിക ശക്തികളെ ആരാധിച്ചും സേവിച്ചും അനുസരിച്ചും പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, കഷ്ടതകൾ, ദാരിദ്ര്യം, ഇതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കാൻ ഒരൊറ്റ മാർഗമാണ് ആ വ്യക്തിയുള്ള പൈശാചി ബന്ധം എന്നുള്ള വിടുതൽ. പിശാച് നൽകിയിരിക്കുന്ന ചില രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ മരുന്ന് കഴിച്ചാലോ ചികിത്സിച്ചാലോ രോഗം മാറണമെന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന പല രോഗികളെയും യേശു സൗഖ്യം നൽകിയത് അവരുള്ള ഭൂതങ്ങളെ ബഹിഷ്കരിച്ചു, പുറത്താക്കി അവർക്ക് സൗഖ്യം നൽകി. വീണ്ടും ശിഷ്യന്മാർ ചെയ്യുന്നൊരു ശുശ്രൂഷ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ശിഷ്യന്മാർ പുറപ്പെട്ട് മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അനേകം ഭൂതങ്ങളെ പുറത്താക്കി എണ്ണ തേച്ച് തൈലം പൂശി അനേകം രോഗികൾക്ക് സൗഖ്യം നൽകി. ശിഷ്യന്മാർ അങ്ങനെ ചെയ്യണമെങ്കിൽ യേശു കൽപ്പിച്ചിട്ടായിരിക്കും. യേശുവിൻ്റെ കൽപ്പന പ്രകാരം ശിഷ്യന്മാർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു.
എന്നിട്ട് അനേകം വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി എണ്ണ തേച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി. അപ്പോൾ ഭൂതങ്ങൾ പുറപ്പെട്ടു പോയപ്പോൾ രോഗത്തിന് സൗഖ്യം ലഭിച്ചു. യേശു ചെയ്ത അതേ പ്രവൃത്തി യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ പാപം ചെയ്തതിലൂടെ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടതിലൂടെ, പിശാചിനെ അനുസരിച്ചതിലൂടെ, പിശാചിനെ ആരാധിച്ചതിലൂടെ നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ ക്രൂശിലെ ബലിയുടെ യോഗ്യതയാൽ, ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ അതിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം പ്രാർത്ഥിക്കാൻ വന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നത് കണ്ടിട്ടുണ്ട്. അവരുള്ള ഭൂതങ്ങളെ ബഹിഷ്കരിക്കുമ്പോൾ, തൈലം പൂശി, എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുള്ള പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചില രോഗങ്ങളുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ, നമുക്കറിയാം, ഇവിടെ കർത്താവിൻ്റെ മുന്നിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്, 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ, ഭൂതം പുറത്തു പോയപ്പോൾ രോഗസൗഖ്യം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് മാറാ രോഗമെന്ന് ചിന്തിക്കുന്ന, പറയുന്ന, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന ചില രോഗങ്ങളുടെ മേൽ ഒരുപക്ഷെ സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ ആ രോഗത്തിന് കാരണമായ ഏതെങ്കിലും പൈശാചിക ശക്തികളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ നാം യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കണം. സാത്താനെ നീ വിട്ടുപോ എന്ന് യേശു പറഞ്ഞതുപോലെ നമ്മുടെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ ഏതെങ്കിലും തിന്മയ്ക്ക് അവകാശമുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, പുരയിടത്തിൻ്റെ മേൽ, നമുക്കുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ക്രൂശിലെ ബലിയുടെ യോഗ്യതയാൽ, യേശുവിൻ്റെ ഉദ്ധാരണത്തിൻ്റെ യോഗ്യതയാൽ അവയുടെ മേൽ നമുക്ക് ജയമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് ജയമുണ്ട്. അതിനും പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ, പിശാചിൻ്റെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി. യേശുക്രിസ്തു ജയോത്സവം കൊണ്ടാടി. അങ്ങനെയാണെങ്കിൽ ഈ യേശുക്രിസ്തു മുഖാന്തരം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുബലിയുടെ യോഗ്യതയാൽ, യേശുവിൻ്റെ ക്രൂശിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ പിശാചിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. യേശു മരണത്തെ ജയിച്ചതും ഉദ്ധാനം ചെയ്തതും പിശാചിൻ്റെ വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ ആ യേശുവിൻ്റെ തിരുബലിയുടെ യോഗ്യതയാൽ, യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ, ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ നമുക്കും പിശാചിൻ്റെ മേൽ ജയമുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്കും യേശുക്രിസ്തു മുഖാന്തരം പിശാചിൻ്റെ മേൽ ജയം പ്രാപിക്കാം. ആ ഒരു വലിയ വിശ്വാസത്തോടെ, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന പിശാചിൻ്റെ വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ തകർക്കാനെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്കും പിശാചിനെതിരെ പോരാടാം, യുദ്ധം ചെയ്യാം. നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, യേശുവിൻ്റെ ക്രൂശിലെ മരണത്താൽ, മരണത്തെ ജയിച്ചുള്ള ഉദ്ധാനത്താൽ പിശാചിൻ്റെ മേൽ ജയമുണ്ടെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങൾ ഒളിപ്പിച്ച് അവിടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, പുരയിടത്തിൻ്റെ മേൽ, ഞങ്ങളുടെ വസ്തുവിൻ്റെ മേൽ, വരുമാനമാരുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളുടെ മേൽ, എല്ലാ പ്രഭുത്വങ്ങളുടെ മേൽ, എല്ലാ പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, ഏത് രോഗത്തിൻ്റെ മേൽ, ഏതെങ്കിലും സാമ്പത്തിക തകർച്ചയുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഞങ്ങൾക്ക് ജയമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സ്ലീഹന്മാർ വഴി തലമുറയായി നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരത്താൽ, കെട്ടുവാനും അഴിക്കാനുള്ള അധികാരത്താൽ, കർത്താവ് വചനം കേൾക്കുന്ന, ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ മേലുള്ള എല്ലാ പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ, നരകത്തിൻ്റെ സനാധിപത്യങ്ങളെ എന്നേക്കുമായി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിട നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെയും സകലശുദ്ധിമാന്മാരുടെയും ശുദ്ധി മധ്യസ്ഥതയാൽ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Maria.